പിന്നോക്ക വിഭാഗമായ കുറുബ ഗൗഡ സമുദായത്തിൽ 1948 ഓഗസ്റ്റ് 2 ജനിച്ച സിദ്ധരാമയ്യ 2 തവണ ഉപമുഖ്യമന്ത്രിയും 2013 മുഖ്യമന്ത്രിയുമായി. സിദ്ധഭവനഹുണ്ടിയിലാണ് ജന്മനാട്. കർഷകനായ സിദ്ധരാമ ഗൗഡയുടെയും ബോറമ്മയുടെയും 6 മക്കളിൽ 4-മനാണ്. ദാരിദ്ര്യത്തിന്റെ കൈപിടിച്ച കുട്ടിക്കാലം. രാഷ്ട്രീയത്തിൽ നിന്നും വിലപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ സമാധാനവും സംയമനവും തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. റാം മനോഹർ ലോഹ്യയുടെ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് സിദ്ധരാമയ്യെ ജനതാ പരിവാറിലേക്ക് അടുപ്പിച്ചത്. അഭിഭാഷക വേഷം വലിച്ചെറിഞ്ഞതും ഇതേ വിശ്വാസങ്ങളിൽ തന്നെയാണ്. മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ എസ് ദേശീയ പ്രസിഡന്റുമായ HD ദേവഗൌഡയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും വരെ സിദ്ധരാമയ്യ കടുത്ത കോൺഗ്രസ് വിരോധി തന്നെയായിരുന്നു. ഏതാണ്ട് 1980 മുതൽ 2005 വരെ അതുവരെ തള്ളിപ്പറഞ്ഞിരുന്ന കോൺഗ്രസിലേക്ക് കൂറുമാറിയതോടെ സിദ്ധരാമയ്യയുടെ നിയോഗം മറ്റൊന്നായി. 75-കാരനായ സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. സിദ്ധരാമയ്യ കിരീടം ചൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെയാണ്. 1978 മൈസൂർ താലൂക്ക് ബോർഡിലേക്ക് ജയിച്ചുകൊണ്ടായിരുന്നു സിദ്ധരാമയ്യ എന്ന സിദ്ധു രാഷ്ട്രീയത്തിന്റെ വിജയക്കുതിപ്പിന് തുടക്കം കുറിച്ചത്. 1983 ചാമുണ്ടേശ്വരി MLA ആയപ്പോൾ ഭാരതീയ ലോക്ദളായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അവിടെ നിന്ന് ജനതാ പാർട്ടിയിലേക്ക്. 1985 ഇടക്കാല തെരഞ്ഞെടുപ്പിലും ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിച്ച ശേഷം രാമകൃഷ്ണ ഹെഗ്ഡെ മന്ത്രിസഭയിൽ സെറികൾച്ചർ, മൃഗസംരക്ഷണം, ഗതാഗതം തുടങ്ങി ഒട്ടേറെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കുപ്പായം അണിഞ്ഞു. തുടർന്ന് 1989 കോൺഗ്രസിലെ രാമശേഖരമൂർത്തിക്കെതിരെ സിദ്ധരാമയ്യയ്ക്ക് തോൽവിയും സമ്മതിക്കേണ്ടി വന്നു. 1992 ജനതാദൾ സെക്രട്ടറി ജനറലായി. 1994 ദേവഗൌഡ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായി വീണ്ടും അധികാര സ്ഥാനത്തേക്ക്. പിന്നീട് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്തു. 1996 JH പാട്ടീൽ മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദ്യം ഉപമുഖ്യമന്ത്രിയാകുന്നത്. ദൾ പിളർന്നതോടെ ദേവഗൌഡ അധ്യക്ഷനായുള്ള ജനതാദൾ എസിന്റെ സംസ്ഥാന അധ്യക്ഷനായി. 1999 തെരഞ്ഞെടുപ്പിലും പരാജയം. 2004 കോൺഗ്രസ് ദൾ സഖ്യ സർക്കാരിൽ വീണ്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 ദേവഗൌഡയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് സിദ്ധരാമയ്യയെ കോൺഗ്രസിലേക്ക് എത്തിച്ചത്. 2006 നടന്ന ചാമുണ്ടേശ്വരി ഉപതെരഞ്ഞെടുപ്പിൽ 257 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് BJP ദൾ സംയുക്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. 2008 തെരഞ്ഞെടുപ്പിൽ വരുണയിൽ നിന്നും വിജയിച്ച് 5-ാം തവണ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ ലഭിച്ചത് പ്രതിപക്ഷ നേതൃസ്ഥാനം. 2013 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക്. 2019 വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം. 1999 SM കൃഷ്ണ സർക്കാർ നിരവധി വികസന പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടും 2004 ആർക്കും കൃത്യമായ ഭൂരിപക്ഷം നൽകാതെ ജനം രാഷ്ട്രീയ സഖ്യത്തിന് പുതിയ വാതിലുകൾ തുറക്കുകയായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് ദൾ സഖ്യമുണ്ടാക്കി N ധരം സിംഗ് മുഖ്യമന്ത്രിയായത്. ആ സർക്കാരിലായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യയുടെ 2-ാം ഊഴം. ആദ്യ പകുതിയിൽ കോൺഗ്രസും 2-ാം പകുതിയിൽ ദളും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുകയെന്ന കരാർ നടപ്പാക്കാൻ അനുവദിക്കാതെ കുമാരസ്വാമി അക്കാലത്ത് BJPയെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രിയായത് അത്ര പഴങ്കഥയൊന്നുമല്ല. വഞ്ചനയിൽ മനം മടുത്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് തിരിയാൻ പോലും സിദ്ധരാമയ്യ അന്ന് ആലോചിച്ചിരുന്നു. ഇതിനിടെ കോൺഗ്രസും BJPയും അദ്ദേഹത്തെ സ്വന്തം തട്ടകത്തിലെത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ആശയപരമായ അകലം പാലിച്ച BJPയേക്കാൾ അദ്ദേഹത്തിന് സ്വീകാര്യമായത് കോൺഗ്രസ് തന്നെയായിരുന്നു. 1996 ദേവഗൌഡ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് 3-ാം മുന്നണിയുടെ ബലത്തിൽ പ്രധാനമന്ത്രിയാകാൻ ഡൽഹിക്ക് വണ്ടി കയറിയപ്പോൾ അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ അവസരം ഒരുങ്ങിയിരുന്നു. എന്നാൽ JH പാട്ടീലിന്റെ ചരടുവലികളിൽ അദ്ദേഹം ധനമന്ത്രി മാത്രമായി ഒതുങ്ങി. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴാകട്ടെ ഏറ്റവും വലിയ പ്രതിയോഗിയാകാൻ സാധ്യതയുണ്ടായിരുന്ന കർണാടക PCC പ്രസിഡന്റ് ഡോക്ടർ G പരമേശ്വരയോട് തോറ്റു. ഇതോടെ സിദ്ധരാമയ്യയ്ക്ക് ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുങ്ങി.